ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് പൈപ്പ്. അത്യാവശ്യം കൊള്ളാട്ടോ, നല്ല ബിൽട്ടാണ്. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. നമ്മൾ ഇന്ന് ഇവിടെ ബാംഗ്ലൂർ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസോട്ടാണ് പോകുന്നത്. അനന്തുവിൻ്റെ ഹിമാലയൻ 450 നമ്മൾ ഒരു എയർ ഫിൽറ്ററും ഡി കാറ്റ് പൈപ്പും ചെയ്യാണ്. ഇപ്പോൾ ഡി കാറ്റ് പൈപ്പ് ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ് തന്നെ കിട്ടുന്നുണ്ട്. അവരൊരു 3000 റുപ്പീസിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ യൂസ്ഡ് മേടിച്ചതാണ്. ഒരു ഹിമാലയൻ 450 ഓണർ പുള്ളിയുടെ വണ്ടി കൊടുത്തു. ഹാർഡ്ലി 800 കിലോമീറ്റർ സംതിങ് ആ എയർ ഫിൽറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 4000 റുപ്പീസിനാണ് ആ ഫിൽറ്റർ കിട്ടിയത്. നല്ലൊരു ഡീലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നേരെ പോയി ആ എയർ ഫിൽറ്റർ എടുത്തിട്ട് നമ്മൾ നേരെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിലേക്ക് വെച്ച് പിടിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് ആ എയർ ഫിൽറ്റർ നമുക്കൊന്ന് എടുത്തിട്ട് വരാം. അങ്ങനെ നമുക്ക് ഫിൽറ്റർ കൈ കിട്ടി. കണ്ടോ, 6500 ആണ് MRP വരുന്നത്. നമുക്ക് 4000 രൂപയ്ക്കാണ് കിട്ടിയത്. അത്യാവശ്യം നല്ല ക്ലീൻ ഫിൽറ്ററാണ്. കണ്ടോ, കാര്യമായിട്ടൊന്നും ഓടിയിട്ടില്ല. 100,000 കിലോമീറ്റേഴ്സ് ഉള്ളി. ഇതിപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി. പിന്നെ അനന്തുവിൻ്റെ കാര്യം ആയതുകൊണ്ട് അവൻ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് 10,000 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിയെന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 12 കിലോമീറ്ററാണ് ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ് കാണിക്കുന്നത്. ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ട്. 38 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിലേക്ക് വെച്ച് പിടിക്കാം. അങ്ങനെ നമ്മൾ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ് എത്തി. ഇതാ കാണുന്നതാണ് ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ്. അനന്തു എത്താൻ സമയം എടുക്കും. ആ യലങ്ക ഭാഗത്ത് നിന്ന് എത്തണം. ആസ് എക്സ്പെക്റ്റഡ് നല്ല കട്ട പോസ്റ്റാണ്. 16 കിലോമീറ്റർ പുറകെയാണ്. വിച്ച് മീൻസ് അറൗണ്ട് ഒരു 3/4 മണിക്കൂർ എടുക്കും എത്താനായിട്ട്. വണ്ടി എത്തി. ഉള്ളോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് പൈപ്പ്. അത്യാവശ്യം കൊള്ളാട്ടോ, നല്ല ബിൽട്ടാണ്. അവിടെ ഫിൽറ്റർ ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. നീറ്റാണ്. സൈലൻസർ അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ടാങ്ക് അഴിച്ചിട്ട് ആദ്യം ഫിൽറ്റർ ഫിക്സ് ചെയ്തിട്ട് എന്നിട്ട് ലാസ്റ്റ് ഫിക്സ് ചെയ്യാമെന്നുള്ളത്. കാരണം ഇത് ബാഗിലും വെച്ചുകൊണ്ട് പോകണേ, അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. എന്തായാലും നമ്മളിവിടെ വരെ വന്നതല്ലേ. ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു സ്ലൈഡർ ഉണ്ട്, അതൊന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലൈഡർ ഇരിക്കുക. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ വണ്ടി സേഫായിരിക്കും. മറ്റേത് ഈ സ്ലൈഡർ ഇല്ലാത്തപ്പോൾ ഫോഗ് ലാംപ്സ് ആണ് പുറത്തേക്ക് വന്നിരുന്നത്. വണ്ടി എങ്ങാനും മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പിലാണെങ്കിൽ ആദ്യം അടി കിട്ടാൻ പോകും. എയർ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞു. നല്ല സ്ട്രൈറ്റ് പൈപ്പും വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കയറിയിട്ട് എക്സോസ്റ്റ് നോട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഡി കാറ്റ് പൈപ്പ് ചെയ്തു, ഫിൽറ്റർ കയറ്റി. അമ്പട ഓ മാൻ, വണ്ടി നല്ല ഫ്രീ ആയിട്ടോ. വണ്ടി കുറെ കൂടി സ്മൂത്തായി. പിന്നെ ഈ സ്ട്രെച്ചിൽ എന്തായാലും നമുക്ക് വെച്ച് പൊളിക്കാനുള്ളൊരു ഗ്യാപ്പില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ തരുത്തുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി വണ്ടി ഒന്ന് ഫ്രീ ആയ പോലെ. അപ്പോൾ എൻ്റെ വണ്ടിയിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ ഹൈറ്റിൻ്റെ ഒരു സമാധാനമുണ്ട്. വെയിറ്റ് ഉണ്ട് ഓബിയസ്ലി, പക്ഷേ 390 അഡ്വഞ്ചറിനേക്കാൾ ഹൈറ്റ് കുറവാണ്. അങ്ങനെ നമ്മൾ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിൽ നിന്ന് ഇറങ്ങി 17 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 46 മിനിറ്റ്. വണ്ടർഫുൾ. അതും ഒരു ശനിയാഴ്ചയാണ്, അതുകൊണ്ടാണ് ഇത്ര ബഹളം. ഈവൻ വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോൾ ഇത്രയൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മൾ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിലേക്ക് അനന്തുവിൻ്റെ വണ്ടിയുടെ ഫിൽറ്ററും ഡി കാറ്റ് പൈപ്പും ചെയ്യാൻ വന്നതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ സ്ലൈഡേഴ്സും കൂടി വെച്ചിട്ടുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ചതാണ്. വണ്ടി എങ്ങാനും കയ്യിൽ നിന്ന് താഴെ പോയിട്ടുണ്ടെങ്കിൽ ഫോഗ് ലാംപ്സ് സേഫ് ആയിരിക്കും. കാരണം എനിക്ക് സ്റ്റോക്ക് ക്രാഷ് കാർഡ്സ് മാറാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.